സഹോദരിമാർ ജയിലഴിക്കുള്ളിൽ കഴിയേണ്ടി വന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ കൂടെ പിന്തുണയോടും സഹകരണത്തോടും കൂടി മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും വളരെ സജീവമായി ഇടപെടുകയും പോരാടുകയും ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇവർ ഒരുപക്ഷെ ഇപ്പോഴും തഴവറയിൽ തന്നെ കഴിയുമായിരുന്നു. സാധാരണ അരമനകളിലും സെമിനാരികളിലുമൊക്കെ ആയിട്ട് ഒതുങ്ങിക്കഴിഞ്ഞ് പോന്നിരുന്ന വൈദികരും കന്യാസ്ത്രീമാരുമൊക്കെ മുദ്രാവാക്യം വിളിച്ച് തെരുവീഥികളിലേക്ക് ഇറങ്ങി LDFും UDFും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും ഒക്കെ ഉയർത്തുന്നത് പോലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കേണ്ടി വന്നു. ഇനിയിപ്പോഴെന്ത് എന്നുള്ള ചോദ്യമുണ്ട്. ആദ്യമായി യാതൊരു ന്യായീകരണവുമില്ലാത്ത FIR ക്വാഷ് ചെയ്യുകയും ഈ കന്യാസ്ത്രീമാരുടെ മേൽ ചുമത്തിയ കള്ളക്കേസുകൾ പിൻവലിക്കുകയും വേണം. 2, ഛത്തീസ്ഗഡിലെ BJP ഗവൺമെൻറ് ജനങ്ങളോട് അവർ തടവിലടച്ച കന്യാസ്ത്രീമാരോട് മാപ്പ് പറയണം. തങ്ങളാണ് കുറ്റം ചെയ്തത് എന്നവർ ഏറ്റുപറയണം. സഞ്ചരിക്കാനുള്ള ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. ട്രെയിനിൽ നിന്ന് ഇവരെ ഒരു TTR ബജറംഗ് ദൾകാർക്ക് കൊടുത്ത സന്ദേശമനുസരിച്ച് അവർ വന്നുകൂടി ഉണ്ടാക്കിയ ആക്രമണങ്ങളുടെയും ആൾക്കൂട്ട വിചാരണയുടെ അടിസ്ഥാനത്തിൽ ഇവരെ CPM ജനറൽ സെക്രട്ടറി MA ബേബി പോളി വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ യഥാർത്ഥ കുറ്റക്കാർ ആരാണോ അവരാണ് മാപ്പ് പറയേണ്ടതെന്ന് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. ഇപ്പോൾ കോൺവെന്റിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ഇടത് MP മാർ ഇപ്പോൾ അവിടെ കോൺവെന്റിലെത്തിയിട്ടുണ്ട്. രാജ്യസഭാംഗങ്ങളായ ജോൺ ബ്രിട്ടാസ് ഉണ്ട്, ഒപ്പം ജോസ് കെ മാണി, P സന്തോഷ് കുമാർ ഇടത് MP മാരാണ്. അവർ അവിടെ കോൺവെന്റിൽ എത്തി. ആ പെൺകുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന അവിടുത്തെ യുവാവാണ്. അദ്ദേഹവും ഈ 2 കന്യാസ്ത്രീകൾക്കൊപ്പം ജയിലിലായിരുന്നു. ഇപ്പോൾ ആ യുവാവിനെ ചേർത്ത് നിർത്തുകയാണ് കോൺവെന്റിലെത്തിയ